മന്ത്രി ഗണേഷ് കുമാറിനെ പറ്റി വളരെ മോശമായ വാർത്തകൾ വരുന്നു. ഗണേഷ് കുമാറിൻ്റെ വാളകത്തെ കുടുംബ വീട്ടിലെ ഭാര്യ സന്ദർശിച്ചപ്പോൾ ഭാര്യ കാണാൻ പാടില്ലാത്ത വിധത്തിൽ ഗണേഷ് കുമാറിനെ കണ്ടു. അവരതിൻ്റെ ചിത്രം പകർത്തി. ആ ചിത്രം അവരുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പരിക്കേറ്റു എന്നാണ് വാർത്ത വരുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വാർത്ത നിറഞ്ഞു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ പത്രങ്ങളിൽ ഈ വാർത്ത എത്തിക്കഴിഞ്ഞു. അവരുടെ ഡിജിറ്റൽ ഫോറത്തിൽ വാർത്ത എത്തിക്കഴിഞ്ഞു. മനോരമയും മാതൃഭൂമിയും കൗമുദിയൊക്കെ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. KSU സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് യദു കൃഷ്ണനും അദ്ദേഹം സംസ്ഥാന KSUവിൻ്റെ വൈസ് പ്രസിഡൻ്റായ അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ വാർത്ത, ഈ സംഭവം വിവരിച്ചിട്ടുമുണ്ട്. മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ അത് ശ്രീലേഖ DGPയുടെ ഭർത്താവിൻ്റെ സഹോദരിയാണ്. ആ ബിന്ദു മേനോനാണ് ഇപ്പം മന്ത്രി ഗണേഷിൻ്റെ ഭാര്യ. അവരെ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വാളകത്തെ കുടുംബ വീട്ടിൽ ചെന്നു. ഇവർ താമസിക്കുന്ന സ്ഥലത്തു നിന്നല്ല, വാളകത്തെ ഗണേഷിൻ്റെ കുടുംബ വീട്ടിൽ ഉച്ച കഴിഞ്ഞ് ചെന്നപ്പോൾ അവർ കാണാൻ പാടില്ലാത്തൊരു സീൻ അവിടെ കണ്ടു. അത് അവർ മൊബൈലിൽ പകർത്തി. ആ പകർത്തിയത് പിടിച്ചെടുക്കാൻ ഗണേഷിൻ്റെ ഡ്രൈവർ ശ്രമിച്ചു. അങ്ങനെ അവർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു. എങ്കിലും ആ മൊബൈൽ ഫോണ് അവർ കൈവശമുണ്ട്. അത് അവരുടെ ബന്ധുവായ DGP ശ്രീലേഖയെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർ പോലീസിനെ വിവരം അറിയിക്കാൻ പറഞ്ഞു. പോലീസിനെ അറിയിച്ചെന്നാണ് പറയുന്നത്. 112 വിളിച്ചു. അതനുസരിച്ച് പോലീസ് സ്ഥലത്ത് ചെന്നു. പോലീസ് ഒരു നടപടി എടുക്കാതെ അവിടുന്ന് മടങ്ങിപ്പോയി എന്നാണ് വാർത്തകൾ വരുന്നത്. വളരെ മോശമായ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി ഗണേഷ് കുമാറിനെ പറ്റിയൊക്കെ നേരത്തെ ഇതുപോലുള്ള വാർത്തകളൊക്കെ വന്നു. അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ അദ്ദേഹത്തിനെ ഡൈവോഴ്സ് ചെയ്ത് അവർ പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമുള്ള വാർത്തകളൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെപ്പറ്റി മോശമായ പല വാർത്തകളും വരുന്നുണ്ട്. ഇപ്പം വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് പരാതിക്കാരി. ബിന്ദു മേനോൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഡിജിറ്റൽ പത്രങ്ങളിലൊക്കെ ഈ വാർത്തകൾ സജീവമാണ്. ഇതേപ്പറ്റി ഗണേഷ് കുമാർ പ്രതികരിച്ചിട്ടില്ല. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മേനോനും പ്രതികരിച്ചിട്ടില്ല എന്നുള്ള വാർത്തകൾ വരുന്നത്. പക്ഷേ ഇത് വലിയ മോശമായൊരു വാർത്തയാണ്, പ്രത്യേകിച്ച് ഒരു മന്ത്രിയായ വ്യക്തിയുടെ. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഇമേജിനെ ഇത് ബാധിക്കും. അതുകൊണ്ട് ഈ കാര്യത്തിനെ പറ്റി സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് ഗവൺമെൻറ് പരിശോധിക്കണം, DGP പരിശോധിക്കണം, ആഭ്യന്തര വകുപ്പും പരിശോധിക്കണം. ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇത് വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ വാർത്ത ശരിയാണ് എന്ന് പോലീസിന് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിയന്തര നടപടി എടുക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ഒരാളെ ഏതായാലും ഗവൺമെൻറ്റിൻ്റെ ഉന്നത പോസ്റ്റിൽ ഒരു മന്ത്രിയായിട്ട് ഇരുത്താൻ കഴിയുമോ എന്നതിനെപ്പറ്റി ചിന്തിക്കണം ഗവൺമെൻറ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഈ ബെഞ്ചിന് കോട്ടം തട്ടുന്ന വാർത്ത തന്നെയാണ് ഇപ്പം വരുന്നത്. അത് എത്രത്തോളം ശരിയാണ് തെറ്റാണ് എന്നുള്ള കാര്യത്തെപ്പറ്റി ഗണേഷ് കുമാറിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും വിളിച്ച് ചോദിച്ച് ഗവൺമെൻറ് ഒരു തീരുമാനത്തിലെത്തുന്നതായിരിക്കും ഉചിതം. DGP ശ്രീലേഖ മാഡം ഈ വാർത്ത, ഈ സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏതായാലും പോലീസ് 112 പരാതിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ DGP അന്വേഷിക്കണം. കാരണം നടപടി അവിടുന്ന് എന്തെങ്കിലും ഉണ്ടായോ, പോലീസ് കൃത്യസ്ഥലത്ത് ചെന്നോ, ധാരാളം ഈ രീതിയിലുള്ള വാർത്തകളൊക്കെ ഗവൺമെൻറ്റിനെ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. ഗവൺമെൻറ്റിൻ്റെ വളരെ മോശമായ ഒരു ചിത്രമാണ് ഇത്. ഇതുപോലെയുള്ള ആൾക്കാർ മന്ത്രിപദത്തിൽ ഇരിക്കുന്നതിനെ പറ്റിയും ഒക്കെ ഗവൺമെൻറ് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു വിശദീകരണം ഗവൺമെൻറ് ഉടൻ തേടുമെന്നാണ് ഇപ്പം മനസ്സിലാക്കി വരുന്നത്.